നമ്മുടെ എല്ലാവരുടെയും ശരീരം വളരെയധികം നേർത്ത സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ സെല്ലുകൾ വളരെയധികം ചെറുതാണ്. എന്നാൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയ ഒരുപാട് അവയവങ്ങളുണ്ട്. അതിൽ ഒരു ഓർഗനല്ലയാണ് ക്രോമസോം. ആ ക്രോമസോമിൻ്റെ ഉള്ളിൽ വളരെയധികം നേർത്ത ചരട് പോലെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് DNA. ഈ DNA ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മനുഷ്യരാകുന്നതും ഒരു ആന ആനയാകുന്നതും ഒരു ഉറുമ്പ് ഉറുമ്പാകുന്നതും. ഈ DNA ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ അതിലൊരു ചെറിയ മാറ്റം പോലും സംഭവിച്ചാൽ നമ്മൾ പിന്നെ മനുഷ്യനല്ല, നമ്മൾ മറ്റേതെങ്കിലും ഒരു സത്വമായിരിക്കും. എങ്ങനെയാണ് ഈ നേർത്ത DNAക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ നീളം ഈ DNAയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിറം ഈ DNAയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ശരീരം പഴയ ആ നിറത്തിലേക്ക് തന്നെ മാറിപ്പോകും. അതിൻ്റെ കാരണവും ഇതേ DNA ആണ്. നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിൽ DNAക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ലൈംഗികത തീരുമാനിക്കുന്നതിൽ DNAക്ക് പങ്കുണ്ട്. നമ്മൾ ദേഷ്യം ഒരുപാടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, ദേഷ്യം കുറവുള്ള വ്യക്തി ആയിരിക്കാം. അതിലും വലിയ സ്വാധീനം DNAക്കുണ്ട്. നമുക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കുമുള്ള കാരണം DNA ആണ്. നമുക്ക് പല രോഗങ്ങളും വരാതിരിക്കാനുള്ള കാരണവും ഇതേ DNA തന്നെയാണ്. പല ആളുകൾക്കും ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ഒരു വ്യക്തിയെ കൊല്ലാൻ അവർക്കൊരു മടിയും കാണില്ല. ചിലപ്പോൾ ആ വ്യക്തിയെ കൊല്ലുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ലഹരി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതേ DNA തന്നെയാണ്. നമ്മുടെ DNAയിൽ നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ മാത്രം വിവരങ്ങളല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികരുടെ വിവരം പോലും അതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൂർവികർ ഏതെങ്കിലും നിയാണ്ടർത്തൽ മനുഷ്യനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം പോലും DNAയിൽ കോറിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിയാണ്ടർത്തൽ മനുഷ്യനായിരിക്കാം, അതുമല്ലെങ്കിൽ ഡെനിസോവനായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരും നമ്മുടെ പൂർവികരിൽ ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് DNAയിൽ അടങ്ങിയിരിക്കുന്നത്? DNAക്ക് എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? എന്താണ് ശരിക്കും DNA? DNAയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. നിങ്ങളുടെ ഇൻ്റലിജൻസിനും ഓർമ്മശക്തിയിലും DNAക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ DNA അനുസരിച്ചിട്ടുള്ള ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഓർമ്മശക്തി വളരെ കുറവായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ മികച്ച ഇൻ്റലിജൻസ് ഉള്ള ആളുകളെ പോലും മത്സര പരീക്ഷകളിൽ തോൽപ്പിക്കാൻ സാധിക്കും. ഒരു വലിയ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടൻറ്റും നിങ്ങളുടെ മെമ്മറിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്, ഡെറിവേഷൻസ്, പുതിയൊരു ഭാഷ പഠിക്കുന്നത്, PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഉയർന്ന മാർക്ക് മേടിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ പഠന രീതിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. അനവധി മെമ്മറി ട്രിക്കുകളും കോഡുകളും മെത്തേഡ്സും ഉണ്ട്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഓരോ മെത്തേഡുകളും ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള 25 മെത്തേഡുകൾ പ്രതിപാദിക്കുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുന്നതാണ് നമ്മുടെ DNAക്ക് ഇരട്ടപ്പിരിയൻ ഗോവണിയുടെ രൂപമാണെന്ന്. വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് മിക്കവാറും ഒരൊറ്റ റെയിൽ മാത്രമേ കാണത്തുള്ളൂ. ആ റെയിലിൽ തൊട്ടാണ് നമ്മൾ ആ സ്റ്റെയർ കയറുന്നത്. എന്നാൽ ചില വലിയ കെട്ടിടങ്ങളിലൊക്കെ രണ്ടു വശത്തും ഒരുപോലെ തന്നെ റെയിലുകളുള്ള സ്റ്റെയർ കേസുകൾ അല്ലെങ്കിൽ ഗോവണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഗോവണി വളഞ്ഞാണ് പോകുന്നതെങ്കിലോ, ഒരു സ്ക്രൂവിൻ്റെ അറ്റത്ത് എങ്ങനെയാണോ അതിൻ്റെ ത്രെഡ് വളഞ്ഞു പോകുന്നത് അതുപോലെ തന്നെയാണ് ഇത് വളഞ്ഞു പോകുന്നതെങ്കിലോ, ആ രൂപമാണ് നമ്മുടെ DNAക്കുള്ളത്. അതിന് പടികളുണ്ട്. കൂടാതെ രണ്ട് വശങ്ങളിലും റെയിലുകൾ അല്ലെങ്കിൽ സ്ട്രാൻഡുകളും അടങ്ങിയിട്ടുണ്ട്. DNA പ്രധാനമായിട്ടും 3 കമ്പോണൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പെൻറ്റോസ് ഷുഗർ, മറ്റൊന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, മൂന്നാമത്തത് നൈട്രോജീനസ് ബേസ്. ആ ഗോവണിയുടെ 2 വശങ്ങളിലുമുള്ള റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെൻറ്റോസ് ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടുമാണ്. നമ്മൾ നടന്നു കയറുന്ന സ്റ്റെപ്പ് പോലെയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം നൈട്രോജീനസ് ബേസ് കൊണ്ടാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നൈട്രോജീനസ് ബേസ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുണ്ട്. അത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അഡിനിൻ,
തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. സ്റ്റെപ്പിന് 2 അഗ്രങ്ങളുണ്ടല്ലോ, അതിലെ ഒരു അഗ്രം പോകുന്നത് ഒരു റെയിലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡിലേക്കാണ്. മറ്റൊന്ന് പോകുന്നത് എതിർവശത്തുള്ള രണ്ടാമത്തെ സ്ട്രാൻഡിലേക്ക് അല്ലെങ്കിൽ റെയിലിലേക്കാണ്. സ്റ്റെപ്പിൻ്റെ ഒരറ്റം അഡിനിൻ ആണെങ്കിൽ മറുവറ്റം തൈമിൻ ആയിരിക്കും. ഒരറ്റം സൈറ്റോസിൻ ആണെങ്കിൽ മറുവറ്റം ഗ്വാനിൻ ആയിരിക്കും. അതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നതല്ല. DNA വളരെയധികം നീളമുള്ള ഒരു സ്ട്രക്ചറാണ്. അതിന് 2 കൈവരികളുള്ള കാര്യം പറഞ്ഞല്ലോ. അതിലെ ഒരു കൈവരിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സീക്വൻസ് കാണാൻ സാധിക്കും. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനുകളായിരിക്കും ഒരു കൈവരിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുക. അതിൻ്റെ നേരെ എതിർവശത്തുള്ള കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലുള്ളത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നേരെ വിപരീത രീതിയിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇടതുവശത്തുള്ള സ്ട്രാൻഡിൽ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ ഇങ്ങനെയുള്ള 5 ആൽഫബറ്റ്സ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ എതിർവശത്തുള്ള കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ അടങ്ങിയിരിക്കുന്ന സീക്വൻസ് തൈമിൻ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്ന രീതിയിലായിരിക്കും. കാരണം അഡിനിൻ വരുന്ന ഭാഗത്ത് എതിർവശത്തുണ്ടായിരിക്കുന്നത് ഉറപ്പായിട്ടും തൈമിൻ ആയിരിക്കും. തൈമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എതിർവശത്ത് വരുന്നത് അഡിനിനുമായിരിക്കും. ഈ സീക്വൻസ് ഓരോ വ്യക്തിയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെ ഒരു കോഡ് ഭാഷയായിട്ട് നമുക്കെടുക്കാം. ഈ കോഡ് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രൂപത്തിൽ ഇരിക്കുന്നത്. ആ സീക്വൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഒരു ഇരുണ്ട നിറം ഉണ്ടായിരിക്കുന്നത്. ഈ സീക്വൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ചുരുണ്ട മുടി ഉണ്ടായിരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ കാണുന്ന സകല കാര്യങ്ങൾക്കും അടിസ്ഥാനം ഈ കാണുന്ന സീക്വൻസ് ആണ്. ഞാനിവിടെ ATCG എന്നൊക്കെ ആൽഫബറ്റ്സിൻ്റെ പേര് പറഞ്ഞല്ലോ. ശരിക്കും അങ്ങനെ ആൽഫബറ്റ്സിൻ്റെ പേരൊന്നും ഈ DNA-യിൽ എഴുതിയിട്ടില്ല. ആ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ കമ്പോണൻറ്റിൻ്റെ പേരാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നുള്ളത്. അത് മനുഷ്യർ കൊടുത്തിട്ടുള്ള പേരാണ്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ പേര് തുടങ്ങുന്നത് ATCG ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ രീതിയിലുള്ളൊരു സീക്വൻസ് ആയിട്ട് എഴുതുന്നത്. ആകെയുള്ള 2 സ്ട്രാൻഡുകൾ, ഒന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്, മറുവശത്തുള്ളത് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുമാണ്. നമ്മുടെ ശരീരം പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ കാരണമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫീച്ചറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ശരീരം കുറച്ചുകൂടെ കറക്കും. എന്നാൽ കുറച്ച് നാൾ വെയിലത്ത് നിൽക്കാതെ മുറിയിൽ തന്നെയാണെങ്കിൽ എൻ്റെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള നിറം ലഭിക്കുന്നതാണ്. അതിൻ്റെ കാരണം എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കൃത്യമായിട്ടുള്ള പ്രോട്ടീനാണ്. എൻ്റെ കണ്ണിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിലും മുടിയുടെ ചുരുൾച്ചയുടെ കാര്യത്തിലും ഒക്കെ ഇതേ കാര്യം ബാധകമാണ്. ഇനി എങ്ങനെയാണ് സെല്ലുകൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അടങ്ങിയിരിക്കുന്ന സീക്വൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പ്രത്യേക പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ സെല്ലിന് ആവശ്യമുണ്ടെങ്കിൽ, സെല്ല് നേരെ പോകുന്നത് ക്രോമസോമിലേക്കാണ്. ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് DNA അടങ്ങിയിരിക്കുന്നത്. ഒരു പ്രത്യേക പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പരിശോധിക്കണം. ആ മാനുവലിലെ നിർദ്ദേശം അനുസരിച്ചാണ് അത് ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് നമ്മുടെ ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ DNA-യിൽ അടങ്ങിയിരിക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ സീക്വൻസ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഒരുപാട് സീക്വൻസ് അടങ്ങിയിട്ടുണ്ട്. ആ എല്ലാ സീക്വൻസുകളും നമുക്ക് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട. ഈ പ്രോട്ടീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് മാത്രം മതി. അത്തരത്തിലുള്ള ആ ഒരു സീക്വൻസിൻ്റെ ചെറിയൊരു പോർഷനെയാണ് നമ്മൾ ജീൻ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അടങ്ങിയിരിക്കുന്ന ഈ സീക്വൻസുകളെ നമുക്ക് പല പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. ഓരോ ഗ്രൂപ്പുകളും ഓരോ ജീനുകളാണ്. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനിനെ ആദ്യം തപ്പിയെടുക്കണം. ആ ജീനിൽ നിന്നും നമ്മൾ mRNA ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ മെസഞ്ചർ RNA ഉണ്ടാക്കിയെടുക്കണം. മെസഞ്ചർ RNA ശരിക്കും DNA പോലെ തന്നെയാണ്. എന്നാൽ അതിന് 2 സ്ട്രാൻഡുകളില്ല, ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അടങ്ങിയിരിക്കുന്ന അതേ സീക്വൻസ് തന്നെയാണ്. ആ സീക്വൻസിനെ മെസഞ്ചർ RNA ആക്കി മാറ്റിയെടുക്കുന്നു. ഈ മെസഞ്ചർ RNA ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സന്ദേശവാഹകനാണ്. മെസഞ്ചർ RNA നേരെ യാത്ര ചെയ്യുന്നത് റൈബോസോമിലേക്കായിരിക്കും. റൈബോസോം നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു ഓർഗനലെയാണ്.
ആ റൈബോസോമിൽ ഈ mRNA എത്തിച്ചേരുമ്പോൾ റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കും. ആ mRNAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ. നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രത്യേക റെസിപ്പി ഉണ്ടായിരിക്കും. മുളക് ഇത്രമാത്രം ചേർക്കണം, ഉപ്പ് ഇത്രമാത്രം ചേർക്കണം, പച്ചക്കറി ഇത്രമാത്രം ചേർക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു റെസിപ്പി പോലെയാണ് ഈ മെസ്സഞ്ചർ RNA. നമ്മുടെ കണ്ണിൻ്റെ നിറം തീരുമാനിക്കുന്ന ഒരു പ്രോട്ടീനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ജീൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. ഒന്നിലധികം ജീനുകളുണ്ട്. അതിനെ നമുക്ക് അലീൽ എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ പിതാവിൻ്റെ കണ്ണ് ബ്രൗൺ നിറത്തിലുള്ളതാണെന്ന് കരുതുക. നമ്മുടെ അമ്മയുടെ കണ്ണ് അത് നീല നിറത്തിലുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഈ ബ്രൗൺ കളറിലെയും ഐ കളറിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ DNA-യിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് കണ്ണിൻ്റെ നിറമുണ്ടാക്കുന്ന ഒന്നല്ല ഒന്നിലധികം ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. ആ ജീനുകളെയാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. അതായത് ഒരേ സ്വഭാവത്തിലുള്ള ജീനിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻറ്റുകളാണ് അലീലുകൾ. ഇതിൽ ഏത് അലീലിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക? ഇതിൽ തന്നെ ഡൊമിനൻ്റ് ആയിട്ടുള്ള അലീലുണ്ട്, അതുപോലെ റിസസീവ് ആയിട്ടുള്ള അലീലുണ്ട്. ബ്രൗൺ നിറത്തിലുള്ള കണ്ണിന് കാരണമാകുന്ന അലീൽ അത് ഡൊമിനൻ്റ് ആയിട്ടുള്ള അലീലാണ്. നീല നിറത്തിലെ കണ്ണിന് കാരണമാകുന്നത് റിസസീവ് ആയിട്ടുള്ള അലീലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നീലക്കണ്ണിൻ്റെയും അതുപോലെ തന്നെ ബ്രൗൺ കണ്ണിൻ്റെയും അലീലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ഉറപ്പായിട്ടും ബ്രൗൺ കളറിലുള്ള കണ്ണായിരിക്കും. കാരണം ബ്രൗണ് ഡൊമിനൻ്റ് ആണ്. നമുക്ക് നീലക്കണ്ണ് തന്നെ വരണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 അലീലുകളും നീലക്കണ്ണ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബ്രൗൺ കണ്ണായിരിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് മാത്രമാണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്? കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ DNA-യിൽ അടങ്ങിയിരിക്കുന്ന സീക്വൻസിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് മ്യൂട്ടേഷനിലൂടെ മാറ്റങ്ങൾ സംഭവിക്കാം. യഥാർത്ഥത്തിൽ A ആയിരുന്നെങ്കിൽ ആ A എന്ന് പറയുന്നത് അവിടെ നിന്നും ഇല്ലാതെ ആയി എന്ന് വരാം. അതായത് സീക്വൻസ് കംപ്ലീറ്റ് അല്ല, അതിൽ ചില പോർഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അങ്ങനെ മിസ്സിംഗ് ആണെങ്കിൽ പോലും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൻ്റെ സഹായത്താൽ നമുക്കതിനെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് A അവിടെ മിസ്സിംഗ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററിയുടെ ഭാഗത്ത് T ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അവിടെ T ആയതുകൊണ്ട് തന്നെ നമുക്ക് A വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മിസ്സിംഗ് ഉണ്ടാകുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മ്യൂട്ടേഷൻസ് കാരണമാണ്. എക്സ്റേ റേഡിയേഷനും UV റേഡിയേഷനും ഒക്കെ കാരണം ഈ മിസ്സിങ് സംഭവിക്കാം. ചില കെമിക്കലുകളുടെ സാന്നിധ്യം കാരണവും മിസ്സിങ് സംഭവിക്കാവുന്നതാണ്. അതിനു പുറമെ സെല്ലുകൾ രണ്ടായിട്ട് പിളരുന്ന അല്ലെങ്കിൽ 2 ഡോട്ടർ സെല്ലുകൾക്ക് കാരണമാകുന്ന മൈറ്റോസിസ് എന്ന പ്രക്രിയയിലൂടെയും ഇത് സംഭവിക്കാം. എന്തിനാണ് സെല്ലുകൾ 2 സെല്ലുകളായിട്ട് മാറുന്നത്? അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ അനവധി മരണമടയുന്നുണ്ട്, പുതിയ സെല്ലുകൾ ജനിക്കുന്നുണ്ട്. പുതിയ സെല്ലുകൾ ഉണ്ടാകുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മൈറ്റോസിസ്. ഒരു സെല്ല് പുതിയ 2 സെല്ലുകളായിട്ട് മാറുന്നു. ഈ മൈറ്റോസിസിനെ നമുക്ക് 4 ഫേസുകളായിട്ട് തരംതിരിക്കാം. അതിലെ ആദ്യത്തെ ഫേസ് ഗ്രോത്ത് 1 അല്ലെങ്കിൽ G1 ഫേസ് ആണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സെല്ല് വളരുകയാണ്. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന DNA അത് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് 2ആയിട്ട് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഫേസ് S ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് ആണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ സെല്ലിൽ അടങ്ങിയിരിക്കുന്ന DNA 2 DNAകളായിട്ട് മാറുന്നു. മൂന്നാമത്തെ ഫേസ് വീണ്ടും ഗ്രോത്ത് ഫേസ് ആണ്. അതിനെ ഗ്രോത്ത് 2 അല്ലെങ്കിൽ G2 ഫേസ് എന്ന പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ സെല്ല് വളരുന്നുണ്ട്. ആ വളർച്ച മൈറ്റോസിസിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. നാലാമത്തെയും അവസാനത്തെയും ഫേസ് ആണ് M ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ്. ഈ ഘട്ടത്തിലാണ് മൈറ്റോസിസ് പ്രക്രിയ സംഭവിക്കുന്നത്. അതായത് ഒരു സെല്ല് 2 ഡോട്ടർ സെല്ലുകളായിട്ട് മാറുന്നത്. ഓരോ ഡോട്ടർ സെല്ലിലും ഓരോ DNA വീതമുണ്ട്. ഇത്തരത്തിൽ 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും ആ സെല്ലുകൾ അടങ്ങിയിരിക്കുന്ന DNA-യിൽ ചില മിസ്സിങ്ങുകൾ സംഭവിക്കാം. ഇത് നേരെ വിപരീത രീതിയിലും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മിസ്സിങ് സംഭവിക്കുന്നത് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിസ്സായിരിക്കുന്ന ആ ഭാഗങ്ങളെ നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സഹായത്താൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ DNA-യിൽ 20,000 മുതൽ 25,000 വരെ ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ജീനുകളെല്ലാം പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളല്ല.
പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളുടെ എണ്ണം 19,000 മുതൽ 20,000 വരെയാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ക്യാരക്ടർ അല്ലെങ്കിൽ ട്രയറ്റ് അത് ഒരൊറ്റ ജീനിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. ഒന്നിലധികം ജീനുകളുടെ കോമ്പിനേഷൻ കാരണവും ഉണ്ടാകാം. ഉദാഹരണത്തിന് നമ്മുടെ നീളം അല്ലെങ്കിൽ ഹൈറ്റ്. അതിന് കാരണമാകുന്നത് ഏകദേശം 700ഓളം വരുന്ന ജീനുകളാണ്. ജീനുകൾ മാത്രമല്ല, വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ത്വക്കിൻ്റെ നിറത്തിൽ നിന്ന് തുടങ്ങാം. ത്വക്കിൻ്റെ നിറത്തിന് കാരണമായിട്ടുള്ള ഒരു ജീൻ MC1R ജീനാണ്. ഈ MC1R ജീൻ യൂമെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ത്വക്കിൻ്റെ നിറം ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ഈ യൂമെലാനിൻ്റെ അളവനുസരിച്ച് ഈ ബ്രൗൺ ബ്ലാക്ക് നിറത്തിൽ വ്യത്യാസം വരുന്നതാണ്. ഇനിയും ഈ ജീൻ ഉണ്ടാക്കുന്നത് ഫിയോമിലാനിൻ ആണെങ്കിൽ നമ്മുടെ ത്വക്കിന് യെല്ലോ നിറമോ അല്ലെങ്കിൽ റെഡ് കളറോ ആയിരിക്കും. മനുഷ്യൻ്റെ ത്വക്കിൻ്റെ നിറം ഈ ഒരു ജീനിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, വേറെയും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനുകളുണ്ട്. ഉദാഹരണത്തിന് SLC24A5 യൂറോപ്യൻസിന് ഇടയിലാണ് ഈ ജീനിൻ്റെ സാന്നിധ്യമുള്ളത്. അത് കാരണമാണ് അവർക്ക് വെളുത്ത നിറമുണ്ടാകുന്നത്. അതിനു പുറമെ SLC45A2 ഉണ്ട്. ഇതും വെളുത്ത നിറത്തിന് കാരണമാകുന്നു. TYR എന്ന ഒരു ജീനുണ്ട്. ആ ജീൻ കാരണമാണ് ആൽബിനിസം എന്ന രോഗമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ബ്രൗൺ നിറമോ ബ്ലാക്ക് നിറമോ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് നിറമോ ആണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഒരു യൂറോപ്പിന് സമാനമായിട്ടുള്ള നിറമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കാരണം ആവശ്യത്തിനുള്ള മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ്. ഇത് കാരണം ഒരുപാട് നെഗറ്റീവ് എഫക്റ്റുകളുണ്ട്. അവർക്ക് വെയിലത്തിറങ്ങി നടക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. കണ്ണിന് നിറം നൽകുന്ന ജീനാണ് OCA2. ഇത് കൂടുതലായിട്ട് മെലാനിനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള കണ്ണായിരിക്കും അല്ലെങ്കിൽ ഐറിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ മെലാനിൻ്റെ ഉൽപ്പാദനം കുറവാണെങ്കിൽ നമുക്ക് നീല നിറത്തിലുള്ള ഐറിസ് ഉണ്ടായിരിക്കും. കണ്ണിൻ്റെ നിറം നമ്മുടെ ഒരു ജീനിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല. HERC2 എന്ന ഒരു ജീനും OCA2നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ജീനിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം നമുക്ക് നീല നിറത്തിലുള്ള കണ്ണുകൾ ഉണ്ടാവാം. SLC24A4ൻ്റെയും TYRൻ്റെയും സാന്നിധ്യം കാരണം നമുക്ക് പച്ച നിറത്തിലുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിറത്തിലുള്ളതോ ആയ കണ്ണുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുടിയുടെ നിറവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീനാണ് MC1R. അത് കാരണം യൂമെലാനിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അതിനെ തുടർന്ന് ചുവന്ന നിറത്തിലുള്ള മുടിയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. TYRP1ൻ്റെ സാന്നിധ്യം കാരണം കൂടുതലായിട്ട് യൂമെലാനിൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കറുത്ത നിറത്തിലെയോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലോ ഉള്ള മുടിയായിരിക്കും ഉണ്ടായിരിക്കുക. SLC24A4ഉം KIT-LG എന്ന ജീനും ബ്ലോൺ നിറത്തിലുള്ള മുടിക്കും കാരണമാകുന്നു. നീളത്തിന് കാരണമാകുന്ന 700ഓളം ജീനുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീനാണ് FGFR3. ഇതിൻ്റെ മ്യൂട്ടേഷൻ കാരണം ഡ്വാർഫിസം എന്ന രോഗമുണ്ടാകും. അതായത് വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് കാര്യമായിട്ട് നീളം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ നീളം 80% നമ്മുടെ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 20% നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യവുമായിട്ടും അതുപോലെ അവിടുത്തെ താപനിലയുമായിട്ടും അവിടെ ഉണ്ടാകുന്ന UV റേഡിയേഷനുമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ പ്രായത്തിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നീളം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ ചില പഠനങ്ങൾ പറയുന്നത് ചെറിയ കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ അവർക്ക് നീളം വയ്ക്കാനുള്ള സാധ്യത കുറയുമെന്നാണ്. അതിൻ്റെ കാരണം ചെറിയ പ്രായത്തിൽ ഉറങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് ഗ്രോത്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റിയും ക്യാരക്ടറുമാണുള്ളത്. ചില ആളുകൾ വളരെ സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുക. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും. വളരെ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യുന്ന ക്രിമിനൽസ് പോലും നമ്മളുടെ ഇടയിലുണ്ട്. ഇതിൽ 30% മുതൽ 60% വരെ നമ്മുടെ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കി ശതമാനം നമ്മളെ എങ്ങനെ വളർത്തിയെടുത്തു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു, ബാല്യകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, നമ്മുടെ സ്കൂളിംഗ് എങ്ങനെയായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സിന് അടിമയാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പോലും നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ആളുകൾ പെട്ടെന്ന് അഡിക്റ്റഡ് ആകും. ചില ആളുകൾ അഡിക്റ്റഡ് ആകാൻ കുറേ അധികം കാലമെടുക്കും. ചില ആളുകൾ അഡിക്റ്റഡ് ആകത്തേയില്ല. അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അഡിക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. CHRM2 അത്തരത്തിലുള്ള ഒരു ജീനാണ്. അതിൻ്റെ ഒരുപാട് വേരിയൻസ് ഉണ്ട്.
അതിലെ ഒരു വേരിയൻസ് കാരണം പെട്ടെന്ന് തന്നെ ആൽക്കഹോളിനോടും ഡ്രഗ്സിനോടും അഡിക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് യൂറോപ്യൻസിലും വെസ്റ്റ് ആഫ്രിക്കൻസിലുമാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ള പ്രദേശത്തെ ആളുകളിൽ ഇതൊന്നും ഇല്ലെന്നല്ല, അവരിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും ഡൊമിനൻ്റ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലാണെന്ന് മാത്രം. ഇനി വരാൻ പോകുന്ന പല ജീനിൻ്റെ കാര്യങ്ങളിലും ഞാൻ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയും. അതിൻ്റെ അർത്ഥം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ എന്നല്ല, അവിടെയാണ് ഇത് ഏറ്റവും ഡൊമിനൻ്റ് ആണെന്ന് മാത്രം. മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളിലും അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതേ വേരിയൻ്റ് തന്നെ ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ലിക്കർ ഡ്രഗ്സുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മൾ പലരും ധരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റിസർച്ചുകളൊക്കെ ഞാൻ നടത്തി നോക്കിയെങ്കിലും കേരളൈറ്റ്സിന് ഇടയിലുള്ള അത്തരത്തിലുള്ള ജീനുകളുടെ പഠനം നടന്നതായിട്ട് എനിക്ക് എങ്ങു നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുകൊണ്ടൊക്കെ CHRN2 ജീൻ വളരെ മോശമായിട്ടുള്ള ഒരു ജീനാകുന്നില്ല. വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളിലും ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചില വേരിയൻസ് ഉണ്ട്. ലോകത്തിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ആ പ്രദേശത്തു നിന്നുള്ള ആളുകളാണെന്ന് പോലും നമുക്ക് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, ചൈന, തായ്വാൻ. ഈ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന മറ്റ് പല രാജ്യങ്ങളിലെ ആളുകൾ വയലൻ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾക്കും അതുപോലെ കൊലപാതകങ്ങൾക്കും കാരണമാകുന്ന മറ്റൊരു ജീനാണ് MAOA ജീൻ അല്ലെങ്കിൽ വാരിയർ ജീൻ. മനുഷ്യർക്കിടയിലെ മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ ജീനിനെക്കുറിച്ച് എക്സാമ്പിൾ സഹിതം, അതായത് റിയൽ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. MAOA ജീനിൻ്റെ കുറഞ്ഞ ആക്ടിവിറ്റി ഉള്ള വേരിയൻറ്റുകളുള്ള വ്യക്തികളിൽ കൊലപാതക പ്രവണത ഉണ്ടാകുന്നതാണ്. ഒരു വ്യക്തിയെ കൊന്നാലും അയാൾക്ക് അതിൽ ഒരു കുറ്റബോധവും ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തരത്തിൽ ഒരുപാട് ജീനുകളുടെ കോമ്പിനേഷൻ കാരണമാണ് നമ്മുടെ സ്വഭാവം തന്നെ ഉണ്ടാകുന്നത്. യൂറോപ്യൻസിലും അതുപോലെ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലുമുള്ള ആളുകളിൽ കൂടുതൽ അഗ്രസീവായിട്ടുള്ള ജീനുകളുടെ സാന്നിധ്യം ഉള്ളതായി ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് കാര്യമായിട്ടുള്ള ഭയമൊന്നുമില്ല. ഭയമില്ലെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ വലിയ ആനന്ദം കണ്ടെത്തുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണവും ഒരു ജീനിൻ്റെ സാന്നിധ്യമാണ്, DRD4 ജീൻ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഇത് കൂടുതൽ ആക്റ്റീവ് ആണെന്ന് മാത്രം. കാരണം നമ്മുടെ പൂർവികർ വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. എല്ലാ ഹോമോസാപ്പിയൻസും അങ്ങനെ ആയിരുന്നു എന്നല്ല, അത്തരത്തിലുള്ള ഹോമോസാപ്പിയൻസിന് മാത്രമാണ് നിലനിൽക്കാൻ സാധ്യമായത്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഭക്ഷണം കണ്ടെത്താൻ സാധിക്കുന്നത്. അത്തരത്തിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളോടൊപ്പമായിരിക്കും മറ്റ് സ്ത്രീജനങ്ങൾ ഉണ്ടായിരിക്കുക. അങ്ങനെ അവർക്ക് കൂടുതൽ പ്രത്യുൽപാദനം നടത്താൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യുൽപാദനം നടത്തിയിട്ടുള്ള പൂർവികരുടെ പിൻഗാമികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ ജീനിൻ്റെ സാന്നിധ്യം എല്ലാ ആളുകളിലുമുണ്ട്. മനുഷ്യൻ അതുകൊണ്ടാണ് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകളുമുണ്ട്. അവർക്ക് കൂടുതലായിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കുന്നതല്ല. നിലവിലുള്ള ഈ 21-ാം നൂറ്റാണ്ടിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അതൊരു അവിഭാജ്യ ഘടകമേ അല്ല. ഏകദേശം ഒരു 400-500 വർഷങ്ങൾക്ക് മുൻപ് വലിയ രീതിയിലുള്ള എക്സ്പ്ലോറേഷനുകൾ നടത്തിയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കീഴ്പ്പെടുത്തി അവിടെയൊക്കെ കോളനികളായിട്ട് ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു ജീനാണ്. DRD4 7R എന്നാണ് ആ ജീനിൻ്റെ പേര്. അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകളിലും നമുക്ക് ഈ ജീനിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. ഈ ജീനുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു. അങ്ങനെയാണ് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടാൻ അവർക്കൊരു താല്പര്യം ഉണ്ടാകുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യത്യസ്തരാക്കുന്നത് ഒരു പെർട്ടിക്കുലർ ക്രോമസോം പെയറിൻ്റെ സാന്നിധ്യം കാരണമാണ്. സെക്സ് ക്രോമസോം അതൊരു പെയറാണ്. 2 ക്രോമസോമുകളുടെ ഒരു കോമ്പിനേഷനാണ്. പുരുഷന്മാരിൽ XY ക്രോമസോമാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ സ്ത്രീകളിൽ XX ക്രോമസോമുമാണ് ഉള്ളത്. അതായത് സ്ത്രീകളിൽ Y ക്രോമസോമിൻ്റെ സാന്നിധ്യമില്ല. അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. Y ക്രോമസോമിൻ്റെ സാന്നിധ്യം കാരണമാണ്
പുരുഷന്മാർക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ തോന്നുന്നത്. അത് അവരിൽ കൂടുതൽ ഡോപ്പമീനെ ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ ഇവർക്ക് കൂടുതൽ കോമ്പറ്റിറ്റീവ്നെസ്സും ഉണ്ടായിരിക്കും. സ്ത്രീകളിൽ FOXP2 ജീനിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ആശയവിനിമയം നടത്താനുമുള്ള ഒരു സ്കില്ല് സ്ത്രീകൾക്കുണ്ടാകാനുള്ള കാരണം ഇതാണ്. സ്ത്രീകളിലെ ഈസ്ട്രജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ജീനുകളാണ് ESR1ഉം ESR2ഉം. ഇത് കാരണം അവർക്ക് കൂടുതൽ എമ്പതി ഉണ്ടായിരിക്കും. വേറെ ആരെങ്കിലും എന്തെങ്കിലും വിഷമം അനുഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ വിഷമമായിട്ട് അവർക്ക് തോന്നുന്നതാണ്. കൂടാതെ ഇവർക്ക് പെട്ടെന്ന് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുട്ടികളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരിക്കുക ഇവർക്കായിരിക്കും. കൂടാതെ ഇവർക്ക് ഇവരുടെ പാർട്ട്നേഴ്സിനോടും വേണ്ടപ്പെട്ട ആളുകളോടും കൂടുതൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീകളിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ജീനാണ് OXGR. ഇതിൻ്റെ സാന്നിധ്യം കാരണമാണ് അവർക്ക് കുട്ടികളെ നന്നായി പരിപാലിക്കാൻ സാധിക്കുന്നത്. പുരുഷന്മാരിലുള്ള AR ജീൻ കാരണം അവർക്ക് എല്ലായ്പ്പോഴും ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹമായിരിക്കും. ഒന്നിനും പിന്നിലേക്ക് പോകുന്നതിനോട് ഇവർക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരിക്കുന്നതല്ല. പുരുഷന്മാരിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ജീനായ DRD47Rൻ്റെ സാന്നിധ്യം കാരണം ഇവർക്ക് കൂടുതൽ സെക്ഷൽ ഡിസയർ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാകണമെന്നായിരിക്കും ഇവർക്ക് എല്ലായ്പ്പോഴും ആഗ്രഹം. അതിൻ്റെ കാരണം ഇവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ ജീനിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ സ്ത്രീകളിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വളരെ കുറവായിരിക്കും. അവർക്ക് ഒരു ഒറ്റ പാർട്ട്ണറിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം 2010 പബ്ലിഷ് ചെയ്തിരുന്നു. ആ പ്രബന്ധം തന്നെ അനുസരിച്ച് സ്ത്രീകളിൽ AVPR1A ജീനിൻ്റെ സാന്നിധ്യം കാരണം ഒരിക്കലും ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 1 നൈറ്റ് സ്റ്റാൻഡിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ പുരുഷന്മാർക്ക് നല്ല താല്പര്യമുണ്ട് താനും. 100% പുരുഷന്മാരിൽ ഇത് കൃത്യമാണെന്നല്ല, 100% സ്ത്രീകളിലും ഇത് ഇങ്ങനെ തന്നെയാണെന്നല്ല. ഡൊമിനൻസ് കൂടുതലും പുരുഷന്മാർക്കായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. DNA-യിൽ നിന്നും നമ്മുടെ പൂർവികരുടെ വിവരം, ഡേറ്റ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് വർഷം മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവ്വ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിവരങ്ങൾ പോലും നമ്മുടെ DNA-യിൽ കോറിയിട്ടിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് കാരണമാകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ജീനുകളുടെ സാന്നിധ്യമാണ്. അതാണ് HLA ജീൻസ്. ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ ജീനുകൾ ശരിക്കും നമ്മുടെ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലെ ചില മ്യൂട്ടേഷനുകൾ കാരണം ചില വിഭാഗം ആളുകൾക്ക് ചില രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതേ ജീനുകൾ തന്നെ, അതിൻ്റെ വേറെ വേരിയൻ്റ് തന്നെ നമ്മളെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നുമുണ്ട്. HLA കൊണ്ട് ഈ രോഗം മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിന് പുറമെ നമ്മുടെ പൂർവികരുടെ വിവരവും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും DNA നമുക്ക് പരിശോധിക്കാം. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ വരാനാണ് സാധ്യതയെന്ന് മനസ്സിലാക്കാം. കൂടാതെ നമ്മുടെ പൂർവികരുടെ കൂടുതൽ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെ ജാതിയിൽപ്പെട്ടിട്ടുള്ള, നമ്മൾ ഇന്ന് ജാതി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ കോമ്പിനേഷനാണ് നമ്മുടെ ജീനിൽ അടങ്ങിയിരിക്കുന്നത്, ഏത് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏത് ജോഗ്രഫിക്കൽ റീജിയനിലുള്ള ആളുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീനിൽ ഏറ്റവും കൂടുതലുള്ളത്, നമ്മുടെ പൂർവികർ നിയാണ്ടർത്തൽ മനുഷ്യന്മാരുമായിട്ടോ അല്ലെങ്കിൽ ഡെനിസോവൻ മനുഷ്യരുമായിട്ടോ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അവരിലുണ്ടായ കുട്ടികളുടെ പിൻതലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണോ നമ്മൾ, ഈ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടിപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ആ വീഡിയോ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. HLA ജീൻ എന്ന് പറയുന്നത് 1-2 ജീനുകളല്ല, കുറേ അധികം ജീനുകളുടെ കോമ്പിനേഷനാണ്. എല്ലാ മനുഷ്യരിലും HLA ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കോമ്പിനേഷനുകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ എത്നിക് ഗ്രൂപ്പിലെ HLA ഗ്രൂപ്പ് ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉദാഹരണം HLA B53 ആണ്. അത് വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ആളുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം യൂറോപ്യൻസിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് HLA A2 ആണ്. ഓരോ എത്നിക് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഓരോ ആളുകളിലും അടങ്ങിയിരിക്കുന്ന HLA ജീനുകളുടെ ആ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് ഹാപ്ലോ ടൈപ്പുകൾ. ഈ ഹാപ്ലോ ടൈപ്പുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെ പിന്നീട് നമുക്ക് നിയാണ്ടർത്തൽ മനുഷ്യന്മാരുമായിട്ടും ഡെനിസോവൻ മനുഷ്യരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടെന്ന് പോലും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള കണക്ഷൻ ഉണ്ടെന്ന് തെളിയിച്ച സ്വാൻഡെ പേബോ എന്ന ഗവേഷകന് നൊബേൽ പുരസ്കാരം പോലും ലഭിക്കുകയുണ്ടായി. പാരമ്പര്യമായിട്ട് ചില ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവർ കാര്യമായിട്ട് ഷുഗറൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു പ്രായമാകുമ്പോൾ ഡയബറ്റീസ് ഉണ്ടാകും. HLA-DR3, HLA-DR4 തുടങ്ങിയ ജീനുകളാണ് അതിന് കാരണമായി മാറുന്നത്. ഈ ജീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ അതൊരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് തന്നെ ഷുഗർ കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ പോലും ഈ ജീനുകൾ ഉള്ള ആളുകളിൽ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ ജീനുകളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് കാണും, നമ്മൾ മലയാളികൾക്കിടയിലും ഈ ജീനിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ആളുകൾ ഉണ്ടാകുമെന്ന്. അത് ശരി തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ഗവേഷണം നടത്തിയപ്പോൾ മലയാളികളിൽ നിന്നല്ല അങ്ങനെ ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടിയില്ല, പക്ഷേ സൗത്ത് ഇന്ത്യക്കാരിൽ ഇത് കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പോലും നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ഉറപ്പായിട്ടും ഡയബറ്റീസ് വരുമെന്നല്ല. ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ സൗത്ത് ഇന്ത്യൻസിനും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല. മലയാളികളിൽ നല്ലൊരു ശതമാനം ആളുകളിൽ ഈ പറയപ്പെടുന്ന ജീനുകളുടെ സാന്നിധ്യമുണ്ടെന്നാണ്. DNA പരിശോധിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ DNAയും പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ DNA എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമുക്ക് കൂട്ടുകാരുണ്ട്. സൗത്ത് ഇന്ത്യൻസിൽ മാത്രമല്ല ഈ ജീനുകളുടെ സാന്നിധ്യമുള്ളത്, യൂറോപ്യൻസിലുമുണ്ട്. പക്ഷേ യൂറോപ്യൻസിൻ്റെ ഭക്ഷണ രീതി അത് നമ്മളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരിൽ അധികം ഡയബറ്റീസ് പേഷ്യൻറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ്. എല്ലാ രോഗങ്ങളും നമുക്ക് തന്നെയാണല്ലോ എന്നോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വരാൻ സാധ്യത കുറവുള്ള രോഗങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. HLA-DR-B104 ആണ് അതിന് കാരണമായിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻസിൽ ഈ ജീനുകളുടെ സാന്നിധ്യം കൂടുതലാണ്, എന്നാൽ സൗത്ത് ഇന്ത്യൻസിൽ ഇത് കുറവാണ്. പക്ഷേ സൗത്ത് ഇന്ത്യൻസിൽ ഹെപ്പറ്റൈറ്റിസ് B വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിന് കാരണമായിട്ടുള്ള ജീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻസിലാണ്. DNA-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇത്തരത്തിലുള്ള ലെങ്തി വീഡിയോസ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഒരുപാട് റിസർച്ച് വർക്കുകൾ ചെയ്യണം, ഒരുപാട് വായനകൾ നടത്തണം, അത് റെക്കോർഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്നത് അതിനേക്കാളും ഒക്കെ പ്രയാസമാണ്. എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ അതെനിക്ക് പ്രചോദനമാകും. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ റിലേറ്റീവ്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.